ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് എവരിബഡി. ഇന്ന് നമ്മൾ കാണുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ മാർക്കറ്റിംഗിലെ ജോബ്സിനെ പറ്റിയാണ്. 2025 ഏറ്റവും വെരി വെൽ പെയ്ഡ് ആയിട്ടും ഏറ്റവും ബൂമിംഗുമായിട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗിലെ ജോബ്സ് എന്താണെന്നാണ് നമ്മൾ ഫസ്റ്റ് കാണാൻ പോകുന്നതാണ്. മാർക്കറ്റിംഗ് ഡേറ്റ അനലിസ്റ്റ് അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ഡേറ്റ സ്പെഷ്യലിസ്റ്റ്. ഈ ജോബ് ഇസ് വെരി വെൽ പെയ്ഡ് ആൻഡ് വെരി ഹൈ ഇൻ ഡിമാൻഡ്. നമ്മുടെ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസിലൂടെ ഒത്തിരി ഡേറ്റ ഡെയിലി ക്രിയേറ്റ് ആവുന്നുണ്ട്. ഇപ്പോൾ പെർഫോമൻസ് മാർക്കറ്റിംഗ് ഒക്കെ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്കറിയാം, അതിനകത്ത് റീച്ച് വരുന്നുണ്ട്, ഇംപ്രഷൻസ് വരുന്നുണ്ട്, CTR വരുന്നുണ്ട്, കൺവേർഷൻസ് വരുന്നുണ്ട്. അങ്ങനെ എനോർമസ് എമൗണ്ട് ഓഫ് ഡേറ്റ മാർക്കറ്റിംഗ് ഓപ്പറേഷൻസിലൂടെ ഒരു ബിസിനസ്സിൽ ക്രിയേറ്റ് ആവുന്നുണ്ട്. അപ്പം ഈ ഡേറ്റ അനലൈസ് ചെയ്യുകയും അതിൽ നിന്ന് ഇൻസൈറ്റ്സ് ഡിറൈവ് ചെയ്യുകയും ബിസിനസ് ഡിസിഷൻസും ബിസിനസ് സ്ട്രാറ്റജിക്കും ആ ഡേറ്റ ഹെൽപ്പ് ചെയ്യുന്നതും ഒരു ജോബ് റോളാണ് മാർക്കറ്റിംഗ് ഡേറ്റ സ്പെഷ്യലിസ്റ്റ് അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ഡേറ്റ അനലിസ്റ്റ്. ഈ ജോബ് ഇസ് വെരി വെൽ പെയ്ഡ് ആൻഡ് ദാറ്റ് ഈസ് സംതിങ്. കുറച്ച് ന്യൂമറിക്കൽ സ്കിൽസ് ഉള്ളവരാണെങ്കിൽ ഐ വുഡ് ഡെഫിനറ്റ്ലി സേ ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ ഇത് എക്സ്പ്ലോർ ചെയ്യാൻ. ഇനി രണ്ടാമത് വരുന്നതാണ് മാർക്കറ്റിംഗ് ഓട്ടോമേഷൻ സ്പെഷ്യലിസ്റ്റ്, CRM മാനേജർ പോലുള്ള റോളുകൾ. ഈ ഒരു ജോബ് റോൾസിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കസ്റ്റമർ റിലേഷൻഷിപ്പ് ഇംപ്രൂവ് ചെയ്യാനും അതുപോലെ തന്നെ ഡെയിലി മാർക്കറ്റിംഗ് ഓപ്പറേഷൻസ് സ്മൂത്തർ ആക്കാനും വേണ്ടിയിട്ടാണ്. ഇപ്പം HubSpot പോലുള്ള സോഫ്റ്റ്വെയർസ്, അതുപോലെ സോഹോ, സെയിൽസ് ഫോഴ്സ് പോലെയുള്ള സോഫ്റ്റ്വെയർസ് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കസ്റ്റമേഴ്സിന് അവരുടെ നീഡ്സും അവരുടെ റിക്വയർമെന്റ് മച്ച് സ്മൂത്തർ ആയിട്ടും മച്ച് ഈസിയർ ആയിട്ടും അവർക്കൊരു സീംലെസ് എക്സ്പീരിയൻസ് കൊടുക്കുക എന്നുള്ളത് ഒന്നാണ്. രണ്ടെന്ന് പറയുന്നത് നമ്മുടെ ഡെയിലി ഓപ്പറേഷൻസ്, കുറെ ഓപ്പറേഷൻസ് മാർക്കറ്റിംഗിൽ വരും, ആ ഓപ്പറേഷൻസ് സ്മൂത്തർ ആക്കാനും ഈ മാർക്കറ്റിംഗ് ഓട്ടോമേഷൻസും CRM മാനേജർ റോളും നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പം സെക്കൻഡ്ലി ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ വളരെ വെൽ പെയ്ഡ് ആയിട്ടുള്ള ഒരു സെഗ്മെന്റ് ആണ് മാർക്കറ്റിംഗ് ഓട്ടോമേഷൻ സ്പെഷ്യലിസ്റ്റും CRM മാനേജർ റോൾസും. മൂന്നാമത് ഞാൻ നിങ്ങളോട് പറയുകയാണെങ്കിൽ ഐ വിൽ ടോക്ക് അബൌട്ട് പെർഫോമൻസ് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ പേപ്പർ ക്ലിക്ക്. പേപ്പർ ക്ലിക്ക് ഇസ് വൺ ബിഗ് ഡൊമൈൻ. അതിന്റെ താഴെ നിങ്ങൾക്ക് ഗൂഗിൾ ആഡ്സ് വരും, ഫ്ലിപ്കാർട്ട് ആഡ്സ് വരും, ആമസോൺ ആഡ്സ് വരും, മെറ്റ ആഡ്സ് വരും, ലിങ്ക്ഡിൻ ആഡ്സ് വരും. അങ്ങനെ ദർ ഇസ് മൾട്ടിപ്പിൾ ഫോം ഓഫ് പെർഫോമൻസ് അല്ലെ പേപ്പർ ക്ലിക്ക് ഫോർമാറ്റ്സ്. അപ്പം വൺസ് യു നോ പെർഫോമൻസ് മാർക്കറ്റിംഗ് അല്ലെ പേപ്പർ ക്ലിക്ക് എന്ന കോൺസെപ്റ്റ്, നിങ്ങൾക്ക് ഒരു ഗൂഗിൾ ആഡ്സിന്റെ സ്പെഷ്യലിസ്റ്റ് ആവാം, ഒരു മെറ്റ ആഡ്സിന്റെ സ്പെഷ്യലിസ്റ്റ് ആവാം, ഇ-കൊമേഴ്സിലെ സ്പെഷ്യലിസ്റ്റ് ആവുന്നെങ്കിൽ യു ഹാവ് ടു ഹാവ് എക്സ്പീരിയൻസ് ഇൻ ഫ്ലിപ്കാർട്ട് ആൻഡ് ആമസോൺ ആഡ്സ്. നിങ്ങൾ B2B ആണെങ്കിൽ യു ഷുഡ് നോ അബൌട്ട് ലിങ്ക്ഡിൻ ആഡ്സ്. അപ്പം പെർഫോമൻസ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞ കൊടേന്റെ കീഴിൽ കുറെ സാധനങ്ങൾ വരും. ആൻഡ് ദിസ് ഈസ് ഓൾസോ വൺ ഓഫ് ദി വെരി വെൽ പെയ്ഡ് സെഗ്മെന്റ് ഓഫ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ഡിജിറ്റൽ മാർക്കറ്റിംഗിലെ നെക്സ്റ്റ് പ്രോമിനന്റ് ജോബ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് SEO സ്പെഷ്യലിസ്റ്റ് തന്നെയാണ്. ഇപ്പൊ ChatGPT, പെർപ്ലെക്സിറ്റിന്റെ ഒക്കെ വരവോടുകൂടി ജനറേറ്റീവ് സെർച്ചസും സെർച്ച് എഞ്ചിൻ സെർച്ചസും ഒത്തിരി കൂടുന്ന ഒരു ട്രെൻഡാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ SEO സ്പെഷ്യലിസ്റ്റിന്റെ റോൾ ഇസ് എവർ ഗ്രോയിങ്. ഇതിനകത്ത് വരുന്ന ഒരു കീ സ്കിൽസ് എന്ന് പറയുന്നത് കീവേഡ് റിസർച്ച്, ഓൺ പേജ് ഓപ്റ്റിമൈസേഷൻ, ഓഫ് പേജ് ഓപ്റ്റിമൈസേഷൻ, റൈറ്റിംഗ് അതോറിറ്റേറ്റീവ് കണ്ടന്റ്, ക്രിയേറ്റിംഗ് ഡൊമൈൻ അതോറിറ്റി. അപ്പം ഇതാണ് സെർച്ച് എഞ്ചിൻസിനെ റാങ്ക് ചെയ്യാനും ജനറേറ്റീവ് സെർച്ചസിനൊക്കെ റാങ്ക് ചെയ്യാൻ ഇപ്പോൾ ഉള്ള ക്രൈറ്റീരിയ. ആൻഡ് ദിസ് റോൾ ഇസ് എവർ ഗ്രോയിങ്. ആൻഡ് ലെറ്റ്സ് സേ യു വർക്ക് ഇൻ B2B സ്പേസ്, യു വർക്ക് ഇൻ ദ SaaS സ്പേസ്, SEO ഇസ് നോൺ നെഗോഷ്യബിൾ ഫോർ യു. അതുപോലെ തന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ വേറെയും കുറെ ജോബ്സ് ഉണ്ട്, ലൈക്ക് കോണ്ടന്റ് റൈറ്റിംഗ്, കോപ്പി റൈറ്റിംഗ്, അതുപോലെ ഇമെയിൽ മാർക്കറ്റിംഗ്. ഇങ്ങനെ ട്രഡീഷണൽ ആയിട്ടുള്ള കുറെ റോൾസും അതിന്റെ ഒരു ഭാഗമാണ്. എന്നാലും നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ ആദ്യം കണ്ട റോളുകൾ തന്നെയാണ് വൺ ഓഫ് ദി മോസ്റ്റ് പെയ്ഡ് ജോബ്സ് ഇൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ഹോപ്പ് ദിസ് വാസ് വെരി ഹെൽപ്ഫുൾ ആൻഡ് ഇൻഫോർമേഷണൽ. താങ്ക് യു ഗൈസ്. താങ്ക് യു. See you soon with the next video.